നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് നോക്കിയാലോ അല്ലേ? ഏസ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് കപ്സ്, ടു ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്, ഗുഡ്. മജീഷ്യൻ, എംപ്രസ്, ഗുഡ്. ടെമ്പറൻസ്, ഫൂൾ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് പേജ് ഓഫ് വാൻസ്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ ഇമോഷണൽ ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട്. അവരൊരു ചുമ്മാ കളി തമാശയായിട്ടൊന്നുമല്ല നിങ്ങളുടെ റിലേഷൻ കാണുന്നത്, സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പലരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നു. അവിടെ ഇരുന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്ലാനിങ് ചെയ്യുന്നുണ്ട് അടുത്തത് എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാനിങ് അവർ നടത്തുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജോ കോളോ എല്ലാം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ചെയ്യുന്നതിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നേ അയച്ചിട്ടുള്ള മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓൺലൈൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റ്സും തന്നെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് അതും ഒരു പ്ലാനിങ്ങിൻ്റെ കാർഡാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവർ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിന്തകളിൽ കൂടി തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്, അവർ വിഷ്വലൈസ് ചെയ്യാണ് നിങ്ങളുമൊത്തുള്ള ജീവിതവും കാര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതുവഴി തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവുന്നു എന്നും കാണുന്നുണ്ട്. എംപ്രസ് വെച്ച് നിങ്ങളെ അവരുടെ ലൈഫിൽ വളരെ വലിയൊരു സ്ഥാനത്താണ് അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പകരമായി നിങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാളില്ല അവിടെ. ഭാവിയിൽ അവർക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ടെമ്പറൻസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ബാലൻസിലെത്തണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അവരൊരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അവരുടേതാണ് പ്രശ്നമെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഹീലിംഗ് വഴി ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഫൂള് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്ത് റിസ്ക് ഫാക്ടേഴ്സ് ആയാലും അതെല്ലാം ഫേസ് ചെയ്യാൻ, അതെല്ലാം വഴിയെ കാണാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും അവർ പഠിച്ചിരിക്കുന്നു കേട്ടോ. പേജ് ഓഫ് വോൺസ് വെച്ച് വീണ്ടും അതൊരു ഓൺലൈൻ സ്റ്റോക്കിംഗ്, ഓൺലൈൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതേപോലെ എന്താ പറയുക, നിങ്ങളുടെ മെസ്സേജസ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും മെസ്സേജസ് അയക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു കോൾ ചെയ്യാനോ നേരിട്ട് വന്ന് കാണാനോ എല്ലാം സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ഓക്കെ,